നവാഗത സംവിധായകർക്കൊപ്പം ഏറ്റവുമധികം തവണ പ്രവർത്തിച്ചിട്ടുള്ള താരം ആരെന്ന ചോദ്യത്തിന് മലയാളികളെ സംബന്ധിച്ച് അത് മമ്മൂട്ടിയാണെന്ന് പറയാൻ ഏറെയൊന്നും ആലോചിക്കേണ്ടതില്ല. തന്നിലെ നടന് വെല്ലുവിളി സൃഷ്ടിക്കുന്ന, വളർച്ചയുണ്ടാക്കുന്ന കഥാപാത്രങ്ങൾക്കായുള്ള അന്വേഷണം കരിയറിന്റെ തുടക്കം മുതൽ അദ്ദേഹം നടത്തിയിട്ടുണ്ട്. ആ ശ്രമങ്ങളുടെ ഫലമാണ് ഇന്ന് കാണുന്ന മമ്മൂട്ടി. കഥാപാത്രങ്ങളുടെ തെരഞ്ഞെടുപ്പിലൂടെ സമീപകാലത്തും സിനിമാ പ്രേമികളെ ഞെട്ടിച്ചുകൊണ്ടിരിക്കുന്ന താരമാണ് മമ്മൂട്ടി. വൈവിധ്യമുള്ളതും ഗംഭീരവുമായ ഒരുപിടി ചിത്രങ്ങളാണ് കഴിഞ്ഞ 2 വർഷങ്ങളിലായി അദ്ദേഹത്തിന്റേതായി പുറത്തെത്തിക്കൊണ്ടിരിക്കുന്നത്. പുതുവർഷത്തിലും അതിന് മാറ്റമൊന്നുമില്ല. 2024 പിറന്ന വെറും 12 ദിവസങ്ങൾക്കകം അദ്ദേഹത്തിന്റെ പുതിയ 2 വേഷപ്പകർച്ചകളാണ് മലയാളികൾ കണ്ടത്. ഒന്ന് ജയറാം നായകനായ അബ്രഹാം ഓസ്ലറിലെ അതിഥിവേഷവും മറ്റൊന്ന് വരാനിരിക്കുന്ന ബ്രഹ്മയുഗത്തിലെ കഥാപാത്രവും. അബ്രഹാം ഓസ്ലറിന്റെ തിയേറ്റർ സ്വീകാര്യതയിൽ ഒരു വലിയ ഘടകം മമ്മൂട്ടിയുടെ അതിഥിവേഷമാണ്. മമ്മൂട്ടിയുടെ ഇൻട്രോ സീനിൽ തിയേറ്ററിൽ നിറഞ്ഞുകേട്ട കയ്യടികൾ ഈ താരത്തിന്റെ തെരഞ്ഞെടുപ്പുകൾക്ക് പ്രേക്ഷകർ നൽകുന്ന അംഗീകാരമാണ്. മമ്മൂട്ടിയിൽ നിന്ന് എന്തും പ്രതീക്ഷിക്കാമെന്ന ധാരണ ഇപ്പോൾ മലയാളി പ്രേക്ഷകർക്കുണ്ട്. അബ്രഹാം ഓസ്ലർ തിയേറ്ററുകളിൽ എത്തിയെങ്കിൽ ബ്രഹ്മയുഗത്തിന്റെ കാഴ്ചയ്ക്കായി ഇനിയും കാത്തിരിക്കേണ്ടതുണ്ട്. എന്നാൽ പ്രേക്ഷകരുടെ ആകാംക്ഷ വർദ്ധിപ്പിച്ചുകൊണ്ട് 2 ദിവസം മുമ്പ് ബ്രഹ്മയുഗത്തിന്റെ ടീസർ പുറത്തിറങ്ങി. തീർത്തും ഭയപ്പെടുത്തുന്ന രീതിയിലാണ് ബ്രഹ്മയുഗത്തിലെ രംഗങ്ങൾ. ഹൊറർ ത്രില്ലർ ഗണത്തിൽപ്പെടുന്ന ചിത്രം പൂർണ്ണമായും ബ്ലാക്ക് ആൻഡ് വൈറ്റിലാണ് ചിത്രീകരിച്ചതെന്ന് ട്രെയിലർ നൽകുന്ന സൂചന. മമ്മൂട്ടിക്ക് പുറമെ അർജുൻ അശോകൻ, സിദ്ധാർത്ഥ ഭരതൻ, അമാൽഡ ലിസ്, മണികണ്ഠൻ ആചാരി തുടങ്ങിയവർ ടീസറിൽ പ്രത്യക്ഷപ്പെടുന്നുണ്ട്. ഒരു ദുർമന്ത്രവാദിയാണ് ചിത്രത്തിലെ മമ്മൂട്ടിയുടെ കഥാപാത്രമെന്നും നാദങ്ങൾക്കൊപ്പം ജീവിക്കുന്ന ആളാണ് ഇതെന്നും നേരത്തെ റിപ്പോർട്ടുകൾ എത്തിയിരുന്നു. ഭൂതകാലം എന്ന ചിത്രത്തിലൂടെ പ്രേക്ഷകരിൽ വലിയ പ്രതീക്ഷ സൃഷ്ടിച്ച രാഹുൽ സദാശിവനാണ് ചിത്രത്തിന്റെ സംവിധാനം നിർവഹിച്ചിരിക്കുന്നത്. രാഹുൽ സദാശിവൻ തന്നെ തിരക്കഥയും ഒരുക്കിയിരിക്കുന്ന ചിത്രത്തിന്റെ സംഭാഷണവും രചനയും നിർവഹിച്ചിരിക്കുന്നത് ടി രാമകൃഷ്ണനാണ്. നവാഗതനായ ഡിനോ ഡെന്നിസ് സംവിധാനം ചെയ്യുന്ന ബസൂക്ക, മിഥുൻ മാനുവൽ തോമസിന്റെ തന്നെ തിരക്കഥയിൽ വൈശാഖ സംവിധാനം ചെയ്യുന്ന ടെർബോ എന്നിവയാണ് മമ്മൂട്ടിയുടേതായി ഈ വർഷം തിയേറ്ററുകളിലെത്താനിരിക്കുന്ന മലയാളം ചിത്രങ്ങൾ. തെലുങ്കിൽ ജീവനായകനാവുന്ന യാത്ര 2-ലും മമ്മൂട്ടിക്ക് ഒരു പ്രധാന വേഷമുണ്ട്.